Hello students, welcome to Java lecturing. Today we can discuss basic concept of OOPS. Actually there are 8 basic concept of OOPS and these concepts are very important as exam point of view. So let's discuss each one. The first concept is object and the second one is classes. Third one is data abstraction and the fourth one is data encapsulation. And fifth one is inheritance, polymorphism, dynamic binding, and message passing. These are the 8 concept of OOPS. ഒരു ഊപ്സിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകളാണ് എന്തെന്ന് പറയുന്നത്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എന്തായാലും പഠിച്ചാൽ മതിയാവും. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നോട്ട് എടുക്കുക, പേൻ എടുക്കുക, ഇതിൻ്റെ കൺസെപ്റ്റുകളും ഇതിൻ്റെ നോട്ട്സുകളും ബുക്കിനകത്ത് എഴുതി വെക്കുക. എവറി ടൈം ദിസ് ബേസിക് കൺസെപ്റ്റ് ആർ ആസ്ക്ഡ് ഇൻ എക്സാം. സോ ശ്രദ്ധിച്ചിരിക്കുക, അതിൻ്റെ കൺസെപ്റ്റുകൾ മനസ്സിലാക്കുക, എന്നിട്ട് മുന്നോട്ട് പോവാം. ഓക്കെ, അപ്പോൾ 8 കൺസെപ്റ്റുകളാണ് പറയുന്നത്. ഒബ്ജക്റ്റ്, ക്ലാസസ്, ഡാറ്റ അബ്സ്ട്രാക്ഷൻ, ഡാറ്റ എൻക്യാപ്സുലേഷൻ, ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം, ഡൈനാമിക് ബൈൻഡിങ് ആൻഡ് മെസ്സേജ് പാസിംഗ്. ഇതിനകത്ത് കുറച്ച് മാത്രമേ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ടോട്ടലി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്കെല്ലാം കൂടെ കൺഫ്യൂസ്ഡ് ആവും. അതുകൊണ്ട് ആദ്യത്തെ 4 നമുക്ക് ഇന്നത്തെ ക്ലാസ്സിനകത്ത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ഡിസ്കസ് ദ ഫസ്റ്റ് വൺ, ഒബ്ജക്ട്സ്. നമ്മൾ പറഞ്ഞു ജാവ ഈസ് ആൻ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഗിവൺ ഇമ്പോർട്ടൻസ് ടു ദ ഊപ്സ്. അതിൻ്റെ കൺസെപ്റ്റും പ്രൊസീജിയർ ഓറിയൻറ്റഡ് ലാംഗ്വേജും ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെയും കൺസെപ്റ്റ് നമ്മൾ പഠിച്ചായിരുന്നു. അപ്പം രണ്ടിൻ്റെയും ഡിഫറൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു, ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. ബട്ട് ജാവ എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ദാറ്റ് ഈസ് ഊപ്സ് കൺസെപ്റ്റാണ് ജാവ എന്ന് പറയുന്നത്. ദർ ഈസ് ഗിവൺ ഇമ്പോർട്ടൻറ്റ് ടു ദ ഒബ്ജക്ട്സ്. ഒബ്ജക്ട്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, നോട്ട് ടു ദ പ്രൊസീജിയേഴ്സ് ഓർ ഫങ്ഷൻസ്. പ്രൊസീജിയർ ഓർ ഫങ്ഷനിലല്ല അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഒബ്ജക്റ്റ് കണ്ടെയ്നിങ് എവറി ഇൻഫർമേഷൻ അബൌട്ട് ദ പ്രോഗ്രാംസ്. what type of data members you have declared there, what type of functions you are used there, and what are the main functions of that methods. ആ ഓരോ മെത്തേഡ്സിൻ്റെയും ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അതിനകത്തുള്ള ഓരോ ഫംഗ്ഷനും യൂസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ള ടോട്ടൽ ഡീറ്റെയിൽസ്, എവറി ഡീറ്റെയിൽസ് അബൌട്ട് എ പ്രോഗ്രാം വിൽ ബി സ്റ്റോർഡ് ഓൺ യുവർ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിനകത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒബ്ജക്റ്റിനകത്ത് ടോട്ടൽ ഇൻഫർമേഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് യു ക്യാൻ അനലൈസ് ദാറ്റ് വാട്ട് ഈസ് ആൻ ഒബ്ജക്റ്റ് ആൻഡ് വാട്ട് ആർ ദ കൺസെപ്റ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ആൻഡ് ഹൗ ദ ഒബ്ജക്ട്സ് ആർ ഇൻട്രാക്റ്റഡ്. എങ്ങനെയൊക്കെയാണ് ഒബ്ജക്റ്റുകൾ ഇൻട്രാക്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എനിവേ അതിൻ്റെ ഒരു തിയറിറ്റിക്കൽ കൺസെപ്റ്റിലോട്ട് നമുക്ക് വരാം. ആക്ച്വലി ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്, സ്ലൈഡിൽ ശ്രദ്ധിക്കുക, ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒബ്ജക്ട്സ് ആർ ദ ബേസിക് റൺ ടൈം എൻറ്റിറ്റീസ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് സിസ്റ്റം. ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് സിസ്റ്റത്തിനകത്ത് അല്ലെങ്കിൽ അതർവൈസ് ആൻ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് സിസ്റ്റത്തിനകത്ത് ഒബ്ജക്ട്സ് ആർ ദ ബേസിക് റൺ ടൈം എൻറ്റിറ്റീസ്. നമ്മൾ ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് എന്താണ്? ബേസിക് റൺ ടൈം എൻറ്റിറ്റീസ് ആണ്. റൺ ചെയ്യുന്ന സമയത്ത് എടുക്കുന്ന എൻറ്റിറ്റീസ് ആണ്. റൺ ചെയ്യുമ്പം ഒരു പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ, എത്ര ഡാറ്റ വേരിയബിൾസ് നമുക്ക് ആവശ്യമുണ്ട്, ഡാറ്റ മെമ്പേഴ്സ് ഏതൊക്കെ നമുക്ക് ആവശ്യമുണ്ട്, ഏതൊക്കെ ഫങ്ഷൻസ് നമുക്ക് ആവശ്യമുണ്ട്, അതിൻ്റെ ടോട്ടൽ ഇൻഫർമേഷൻസ്. അപ്പം റൺ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ വേണോ അതെല്ലാം കണ്ടെയ്ൻ ചെയ്ത് വെച്ചേക്കുന്നത്, അല്ലെങ്കിൽ അതെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് എവിടെയായിരിക്കും? ഒബ്ജക്ട്സ് ആയിരിക്കും. Therefore we can say that objects are the basic runtime entities of an object oriented system. And the second one, they may represent a person, a place, or any item that the program must handle. അതെന്ന് പറയുന്നത് അതിനൊരു ജസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളൂ. നമുക്ക് പ്രോഗ്രാം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. ദേ മേ ബി റെപ്രസെൻറ്റ് എ പേഴ്സൺ. ഒരു പേഴ്സണെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമുക്ക് ഈ ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. അതർവൈസ് ഇറ്റ്സ് എ പ്ലേസ്, ഒരു പ്ലേസ് കൊടുക്കാം. അല്ലെങ്കിൽ ഇറ്റ്സ് എൻ ഐറ്റം, ഒരു ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത് നമുക്കൊരു ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അതർവൈസ് ഒരു പേഴ്സണെ അല്ലെങ്കിൽ ഒരു പ്ലേസിനെ എന്ത് വേണമെങ്കിലും നമുക്കൊരു ഒബ്ജക്റ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇൻ ദ പ്രോഗ്രാം മസ്റ്റ് ഹാൻഡിൽ, അതിന് ആ പ്രോഗ്രാം ഹാൻഡിൽ ചെയ്യും. അപ്പോൾ അതാണ് നമ്മുടെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഒബ്ജക്ട്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് ദേ ആർ ദ ബേസിക് റൺ ടൈം എൻറ്റിറ്റീസ്. അതാണ് അതിൻ്റെ മെയിൻ എന്ന് പറയുന്നത്. യു റിമെമ്പർ ഇറ്റ്, ദ ഒബ്ജക്ട്സ് ആർ ദ ബേസിക് റൺ ടൈം എൻറ്റിറ്റീസ് ഇൻ ആൻ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് സിസ്റ്റം. നെക്സ്റ്റ് സ്ലൈഡ് നോക്കാം. When a program is executed, the objects interact by sending messages to one another. ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത്, ഒരു ജാവ പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് ആക്ച്വലി വാട്ട് ഈസ് ഹാപ്പനിങ് ദർ, എന്താണ് അവിടെ ഒരു ഒബ്ജക്റ്റുകൾ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ദ ഒബ്ജക്ട്സ് ഇൻട്രാക്ട് ബൈ സെൻഡിങ് മെസ്സേജസ് ടു വൺ അനദർ. ഓരോ ഒബ്ജക്റ്റും മറ്റ് ഒബ്ജക്റ്റുകളിലേക്ക് മെസ്സേജ് സെൻഡ് ചെയ്യും. മെസ്സേജ് സെൻഡ് ചെയ്തിട്ട് ആ മെസ്സേജ് സെൻഡ് ചെയ്യലൂടെ ദേ ആർ ഇൻട്രാക്ടിങ്, അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്.
ദേ ആർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഒരു എക്സിക്യൂഷൻ ടൈമിൽ ഒബ്ജക്റ്റുകൾ ചെയ്യുന്നത്. ദേ വിൽ സെൻഡ് എ മെസ്സേജ്, ഒരു മെസ്സേജ് സെൻഡ് ചെയ്യും ടു അനദർ ഒബ്ജക്റ്റ്, മറ്റൊരു ഒബ്ജക്റ്റിലേക്ക്. ദാറ്റ് ഈസ് ദ വേ ഒബ്ജക്ട്സ് ആർ ഇൻട്രാക്ടിങ്. അതാണ് ഒബ്ജക്ട്സ് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു വേ എന്ന് പറയുന്നത്. വെൻ എ പ്രോഗ്രാം ഈസ് എക്സിക്യൂട്ടഡ്, ദ ഒബ്ജക്ട്സ് ഇൻട്രാക്ട് ബൈ സെൻഡിങ് മെസ്സേജ് ടു വൺ അനദർ. The second one, for example, if customer and account are two objects in a program, then the customer object may send a message to the account object requesting for a bank balance. ഇപ്പോൾ നമ്മളൊരു ബാങ്കിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കസ്റ്റമറാണ്. അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ആയിരിക്കും അല്ലേ, ബാങ്കിനകത്തുള്ള നമ്മുടെ അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ ഈ ഒരു കസ്റ്റമർ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ്, അതാ പറഞ്ഞത് ആൻ ഒബ്ജക്റ്റ് മേ ബി എ പേഴ്സൺ, ഒരു പേഴ്സൺ എന്ന് പറഞ്ഞത്. അപ്പോൾ എന്താണ്, നമ്മുടെ കസ്റ്റമർ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റാണ്, നമ്മുടെ ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത് മറ്റൊരു ഒബ്ജക്റ്റാണ്. ഈ കസ്റ്റമറും ബാങ്ക് അക്കൗണ്ടും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. ആ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ആ കസ്റ്റമർക്ക് അയാളെ ബാലൻസ് അറിയണം, വേണ്ടേ? അപ്പോൾ അതാണ് അവിടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മുടെ സ്ലൈഡിനകത്ത് പറഞ്ഞേക്കുന്നത്. ഇഫ് ദ കസ്റ്റമർ ആൻഡ് അക്കൗണ്ട് ആർ ടു ഒബ്ജക്ട്സ് ഇൻ എ പ്രോഗ്രാം, ദെൻ കസ്റ്റമർ ഒബ്ജക്റ്റ് മേ സെൻഡ് എ മെസ്സേജ് ടു ദ അക്കൗണ്ട് ഒബ്ജക്റ്റ് റിക്വസ്റ്റിംഗ് ഫോർ ദ ബാങ്ക് ബാലൻസ്. അപ്പോൾ എന്ത് ചെയ്യും, കസ്റ്റമർ ഒബ്ജക്റ്റ് ബാങ്ക് ഒബ്ജക്റ്റിലേക്ക് ഒരു മെസ്സേജ് സെൻഡ് ചെയ്യും. ആ മെസ്സേജ് എന്ന് പറയുന്നത് എന്താണ്, അതിന് അയാളുടെ കസ്റ്റമറിൻ്റെ ബാങ്ക് ബാലൻസ് അല്ലെങ്കിൽ അയാളുടെ ബാലൻസ് അയാൾക്ക് അറിയണം എന്നുള്ളത്. അപ്പോൾ അതാണ് ഒരു ഇൻട്രാക്ഷൻ, ഒരു എക്സാമ്പിൾ പറഞ്ഞേക്കുന്നത്. ഒരു കസ്റ്റമർ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ കസ്റ്റമർ എന്ന് പറയുന്നത് രണ്ടും ഒബ്ജക്റ്റുകളാണ്. കസ്റ്റമർ എന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ടിൻ്റെ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്ന ആ ഒരു ഒബ്ജക്റ്റിലേക്ക് ഒരു മെസ്സേജ് സെൻഡ് ചെയ്യും ടു ഗെറ്റ് ദ ബാലൻസ് ഓഫ് ഹിസ് ബാങ്ക് അക്കൗണ്ട് ബാലൻസ് കിട്ടാനും വേണ്ടി. ദാറ്റ് ഈസ് ദ വേ ദേ ആർ ഇൻട്രാക്ടിങ്. അതാണ് അവർ ഇൻട്രാക്ടിങ് ചെയ്യുന്ന വേ. ഇത് നിങ്ങൾ കസ്റ്റമറായിട്ടും അക്കൗണ്ടായിട്ടും ഒരു പേഴ്സണും ഒരു സിസ്റ്റം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കരുത്. നമ്മൾ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കസ്റ്റമർ എന്ന് പറയുന്നത് ഒരു കോഡായിരിക്കും, ഒരു പ്രോഗ്രാം ആയിരിക്കും. അക്കൗണ്ട് എന്ന് പറയുന്നത് മറ്റൊരു പ്രോഗ്രാം ആയിരിക്കും. അപ്പോൾ ഈ കസ്റ്റമർ എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ ഒരു ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും, അതുപോലെ തന്നെ അക്കൗണ്ട് എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ ഒരു ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് അതിനെ രണ്ടിനെയും നമ്മൾ എന്ത് ചെയ്യും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യിപ്പിക്കും. അപ്പോൾ അതാണ് നമ്മുടെ മെത്തേഡ് എന്ന് പറയുന്നത്, ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഒരു ഒബ്ജക്റ്റിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. Then third point, each object contain data and code to manipulate the data. അതാണ് ഞാൻ തൊട്ട് പറഞ്ഞത്. ഓരോ ഒബ്ജക്റ്റിനകത്തും എന്തുണ്ടായിരിക്കും, ഡാറ്റ ഉണ്ടായിരിക്കും. എന്താണോ നമ്മൾ കൊടുക്കുന്ന ഡാറ്റ അത് അതിനകത്ത് ഉണ്ടായിരിക്കും. ആൻഡ് കോഡ് ടു മാനിപ്പുലേറ്റ് ദാറ്റ് ഡാറ്റ, ആ ഡാറ്റ പ്രോസസ്സ് ചെയ്യാനുള്ള കോഡുകൾ ഉണ്ടായിരിക്കും അതിനകത്തെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണോ വേണ്ടത് അതിൻ്റെ കൺസെപ്റ്റാണ് പറഞ്ഞേക്കുന്നത്. അതായത് ഒരു ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഡാറ്റ ഉണ്ടായിരിക്കും ആൻഡ് കോഡ് ടു മാനിപ്പുലേറ്റ് ദാറ്റ് ഡാറ്റ. അപ്പോൾ ഒരു ഒബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താൽ അതിനകത്ത് നമുക്ക് ആവശ്യമുള്ള എന്തൊക്കെ ഉണ്ടായിരിക്കും, ഒരു ഡാറ്റ ഉണ്ടായിരിക്കും, അതിൻ്റെ കോഡും ഉണ്ടായിരിക്കും. ടു മാനിപ്പുലേറ്റ് ദാറ്റ് കോഡ്, ആ ഡാറ്റ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള കോഡും ഉണ്ടായിരിക്കും. ദാറ്റ് ആർ ദ കൺസെപ്റ്റ് ഓഫ് ഒബ്ജക്റ്റ്. അപ്പോൾ ഇത്രയും മനസ്സിലാക്കി വെക്കുക. ഒബ്ജക്ട്സ് ആർ ദ ബേസിക് റൺ ടൈം എൻറ്റിറ്റീസ് ഇൻ ആൻ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് സിസ്റ്റം. നെക്സ്റ്റ് സ്ലൈഡ് നോക്കുക. ലെറ്റ്സ് ഡിസ്കസ് ദ സെക്കൻഡ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ്, ക്ലാസസ്. ഒരു ക്ലാസ് എന്ന് പറയുന്നതാണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി ഒരു ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജാവ ഈസ് എ ക്ലാസ് പ്രോഗ്രാം നമ്മൾ എപ്പോഴും പറയും. ബാക്കി എല്ലാ പ്രോഗ്രാംസും നമ്മൾ എഴുതുന്ന സമയത്ത് വി ആർ സ്റ്റാർട്ടിങ് അവർ പ്രോഗ്രാം വിത്ത് മെയിനകത്ത് നാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ സി ആണെങ്കിൽ ഇൻറ്റ് മെയിൻ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ വോയിഡ് മെയിൻ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യും. അതായത് മോസ്റ്റ് ഓഫ് ദ പ്രോഗ്രാംസ് ആർ സ്റ്റാർട്ടഡ് ഫ്രം മെയിൻ എന്നായിരിക്കും എല്ലാ പ്രോഗ്രാംസും സ്റ്റാർട്ട് ചെയ്യുന്നത്. ബട്ട് ജാവ ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. ജാവ ഈസ് എ ടോട്ടലി എ ക്ലാസ് പ്രോഗ്രാം. ഒരു ക്ലാസ് പ്രോഗ്രാമാണ്. വി ആർ സ്റ്റാർട്ടിങ് അവർ പ്രോഗ്രാം വിത്ത് എ ക്ലാസ്. ഒരു ക്ലാസ് വെച്ചിട്ടായിരിക്കും നമ്മൾ പ്രോഗ്രാം എഴുതുന്നത്. വിത്തിൻ ദാറ്റ് വി ആർ റെപ്രസെൻറ്റിങ് അവർ മെയിൻ ഫംഗ്ഷൻ, അല്ലെങ്കിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന മെയിൻ ഫംഗ്ഷൻ ആ ക്ലാസ്സിനകത്തായിരിക്കും. അതിൻ്റെ കൺസെപ്റ്റ് നമുക്ക് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും. എനിവേ ഒരു ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ഓഫ് സിമിലർ ടൈപ്പ്. ഒരേ ടൈപ്പ് ഒബ്ജക്ട്സിൻ്റെ ഒരു കളക്ഷനാണ് ക്ലാസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ക്ലാസ്സിനകത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താണ്, നിങ്ങളുടെ ക്ലാസ്സിനകത്ത് ഒരേ ടൈപ്പ് എലമെൻറ്റ്സ് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ദാറ്റ് മീൻസ് സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഒരു ക്ലാസ് അല്ലേ, സ്റ്റുഡൻസ് എന്ന് പറയുന്ന അതിൻ്റെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് എവറി സ്റ്റുഡൻസ് ആർ ഈക്വൽ, സെയിം കളക്ഷൻ അല്ലെങ്കിൽ സെയിം ടൈപ്പ് ഓഫ് കളക്ഷനാണ്. എല്ലാവരും സ്റ്റുഡൻസ് ആണ്. അതിനകത്ത് നിന്ന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റുഡൻസുകൾ ഉണ്ടായിരിക്കും. അത് വേറൊരു കേസ്. അപ്പോൾ ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് സെയിം ടൈപ്പ് ഓഫ് ഒബ്ജക്ട്സ്. ഒരേ ടൈപ്പ് ഒബ്ജക്ട്സിൻ്റെ ഒരു കളക്ഷനാണ് ആരെന്ന് പറയുന്നത്, ഒരു ക്ലാസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ക്ലാസ് ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ഒരു ക്ലാസ്. ആ ഫ്രൂട്ട്സിനകത്ത് എന്തൊക്കെ വരും, ഒരു ക്ലാസ് ആണ്. അപ്പോൾ ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് സെയിം ടൈപ്പ് ഓഫ് ഒബ്ജക്ട്സ് എന്ന് പറയുമ്പം ഫ്രൂട്ട്സിനകത്ത് എന്തൊക്കെ വരും, ആപ്പിൾ വരാം, പൈനാപ്പിൾ വരാം, പിന്നെ സ്ട്രോബെറീസ് വരാം, അങ്ങനെ ഓരോന്നൊക്കെ വരാം. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു കളക്ഷനാണ് നമ്മൾ ആരെന്ന് പറയുന്നത്, ക്ലാസ് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞത്.
ഓക്കെ, അപ്പോൾ ഇറ്റ്സ് എ സെയിം കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. ഒരേ ടൈപ്പ് കളക്ഷൻ്റെ ഒരു ഒബ്ജക്റ്റിൻ്റെ ഒരു കളക്ഷനാണ് എന്തെന്ന് പറയുന്നത് ക്ലാസ് എന്ന് പറയുന്നത്. സോ ലെറ്റ്സ് ഡിസ്കസ്. ഫസ്റ്റ് പോയിന്റ് നോക്കുക, ക്ലാസ്സസ് ആർ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ്. അതൊരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ് ആണ്. ഡാറ്റ ടൈപ്സ് നമുക്ക് പഠിക്കാനുണ്ട്. എനിവേ നിങ്ങൾ സീക്കാത്ത ഡാറ്റ ടൈപ്സ് പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് അറിയാം വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബിൽറ്റ് ഇൻ ഡാറ്റാബേസ് ആൻഡ് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ്. ബിൽറ്റ് ഇൻ ഡാറ്റ ടൈപ്സ് ആർ ഓൾറെഡി ഡിഫൈൻഡ്, പ്രീ ഡിഫൈൻഡ് ആണ്. നമ്മൾ കൊടുക്കുന്ന എല്ലാ പ്രോഗ്രാം എഴുതി കൊടുക്കുന്ന സമയത്ത് തന്നെ പ്രീ ഡിഫൈൻഡ് ആണ് ഏത് ബിൽറ്റ് ഇൻ ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. ബട്ട് യൂസർ ഡിഫൈൻഡ് എന്ന് പറയുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന, യൂസർ ഈസ് ക്രിയേറ്റിംഗ് അല്ലെങ്കിൽ യൂസർ ഡിഫൈൻഡ് ആണ്, യൂസറാണ് അത് കൊടുക്കുന്ന ആ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. അതുപോലെയുള്ള ഒരു ഡാറ്റ ടൈപ്പാണ് ആരെന്ന് പറയുന്നത് ക്ലാസ്സസ് എന്ന് പറയുന്നത്. അതാണ് അവിടെ പറഞ്ഞത് ക്ലാസ്സസ് ആർ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ്. ഒരു യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഡാറ്റ ടൈപ്സ് ആണ് ക്ലാസ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ബിഹേവ് ലൈക്ക് ബിൽറ്റ് ഇൻ ടൈപ്സ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ബട്ട് അത് ബിഹേവ് ചെയ്യുന്നത് എങ്ങനെ, ഒരു ബിൽറ്റ് ഇൻ ടൈപ്പ് ആയിട്ടാണ് അത് ബിഹേവ് ചെയ്യുന്നത്. ബിക്കോസ് ഒരു ജാവക്കകത്ത് ക്ലാസ് നമ്മൾ ഡിഫൈൻ ചെയ്തെങ്കിൽ മാത്രമേ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളൂ. യൂസർ ഡിഫൈൻഡ് ആണെങ്കിൽ നമ്മൾ കൊടുക്കണം നിർബന്ധമില്ല. ബട്ട് അത് യൂസർ ഡിഫൈൻഡ് ആണ് ക്ലാസ് എന്ന് പറയുന്നത്. ബട്ട് ഇറ്റ്സ് കമ്പൽസറി. അതുകൊണ്ട് അതെന്ത് ചെയ്യും, അതൊരു ബിൽറ്റ് ഇൻ ടൈപ്പ് പോലെ തന്നെയാണ് ആക്ട് ചെയ്യുന്നത് ഇൻ അവർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. So class is very important in Java. It's an user defined data types but behave like a built-in type. Built-in type പോലെയാണ് അത് ബിഹേവ് ചെയ്യുന്നത്. സെക്കൻഡ് പോയിന്റ് നോക്കുക, object contains code and data which can be made user defined type using class. ഒരു ഒബ്ജക്റ്റ് that contains code and ഡാറ്റ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. ഒരു ഒബ്ജക്റ്റിനകത്ത് ഒരു അതിൻ്റേതായ ഡാറ്റാസ് ഉണ്ടായിരിക്കും, കോഡ് ഉണ്ടായിരിക്കും. വിച്ച് ക്യാൻ ബി മെയ്ഡ് യൂസർ ഡിഫൈൻഡ് ടൈപ്പ് യൂസിങ് ക്ലാസ്. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ബൈ എ ക്ലാസ്. ഒരു ക്ലാസ്സിൻ്റെതായിരിക്കും നമ്മളൊരു ഒബ്ജക്റ്റും അതുപോലെ തന്നെ അതിൻ്റേതായ കോഡുകൾ. ഒരു ക്ലാസ്സിനകത്ത് ആ കോഡ് എഴുതി കൊടുക്കുക, അതിനകത്തായിരിക്കും അതിൻ്റേതായ ഡാറ്റാസ് ഉണ്ടായിരിക്കുക. ആ ക്ലാസ്സിനാണ് നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതാണ് അവിടെ പറഞ്ഞത് ഒബ്ജക്റ്റ് കണ്ടെയ്ൻ കോഡ് ആൻഡ് ഡാറ്റ. ഒബ്ജക്റ്റിനകത്ത് കോഡും ഡാറ്റ ഉണ്ടായിരിക്കും. വിച്ച് ക്യാൻ ബി മെയ്ഡ് യൂസർ ഡിഫൈൻഡ് ടൈപ്പ് യൂസിങ് ക്ലാസ്. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ആര് യൂസ് ചെയ്തുകൊണ്ടാണ്, ബൈ ദ ക്ലാസ് യൂസ് ചെയ്തുകൊണ്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതാണ് ആ സെക്കൻഡ് പോയിന്റ് പറഞ്ഞേക്കുന്നത്. തേർഡ് വൺ, ഒബ്ജക്ട്സ് ആർ വേരിയബിൾസ് ഓഫ് എ ക്ലാസ്. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്ലാസിൻ്റെ വേരിയബിൾസ് ആണ്. വേരിയബിൾസ് നമുക്കറിയാം അല്ലേ, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് വേരിയബിൾസ് എന്ന്. യൂസർ ഡിഫൈൻഡ് വേരിയബിൾസ് നമുക്ക് ഇൻറ്റ് എ എന്ന് പറഞ്ഞാൽ എ ഇസ് ദ വേരിയബിൾ. എ എന്ന് പറയുന്നതാണ് വേരിയബിൾ എന്ന് പറയുന്നത്. അതുപോലെ ഒരു ക്ലാസ്സിന് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വേരിയബിളാണ് ആരെന്ന് പറയുന്നത്, ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ദെർഫോർ ഒബ്ജക്ട്സ് ആർ വേരിയബിൾസ് ഓഫ് എ ക്ലാസ്. ഒരു ക്ലാസിൻ്റെ വേരിയബിൾസ് ആണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് നോക്കുക, വൺസ് എ ക്ലാസ് ഹാസ് ബീൻ ഡിഫൈൻഡ് വി ക്യാൻ ക്രിയേറ്റ് എനി നമ്പർ ഓഫ് ഒബ്ജക്ട്സ് ഫോർ ദാറ്റ് ക്ലാസ്. ഒരു പ്രോഗ്രാമിനകത്ത്, ജാവ പ്രോഗ്രാമിനകത്ത് നമ്മളൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ക്രിയേറ്റ് എനി നമ്പർ ഓഫ് ഒബ്ജക്റ്റ് ഫോർ ദാറ്റ് സെയിം ക്ലാസ്. ഒരു ക്ലാസ്സിന് തന്നെ ഒന്നിൽ കൂടുതൽ ഒബ്ജക്റ്റുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ക്ലാസ് എ എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എക്ക് നമുക്ക് എത്ര ഒബ്ജക്റ്റും ക്രിയേറ്റ് ചെയ്യാം. അതിന് ഒരു ഒബ്ജക്റ്റ് ഒന്നൊന്നും പറയാൻ പറ്റില്ല. വി ക്യാൻ ക്രിയേറ്റ് എനി നമ്പർ ഓഫ് ഒബ്ജക്ട്സ് ഫോർ എ സിംഗിൾ ക്ലാസ്. ഒരു ക്ലാസ്സിനകത്ത് ക്രിയേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് പോയിന്റ്. വൺസ് എ ക്ലാസ് ഹാസ് ബീൻ ഡിഫൈൻഡ് വി ക്യാൻ ക്രിയേറ്റ് എനി നമ്പർ ഓഫ് ഒബ്ജക്ട്സ് ഓഫ് ദാറ്റ് ക്ലാസ്. And the last one is a class is a collection of objects of similar types. അത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതാണ്. A class is a collection of objects of similar type. ഒരേ ടൈപ്പ് ഒബ്ജക്ട്സിൻ്റെ ഒരു കളക്ഷനാണ് ആരെന്ന് പറയുന്നത്, ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതാണ് ക്ലാസിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്ലൈഡ് നോക്കുക. നെക്സ്റ്റ് ഊപ്പ് കൺസെപ്റ്റ് ഈസ് എൻക്യാപ്സുലേഷൻ. വാട്ട് ഈസ് എൻക്യാപ്സുലേഷൻ? എന്താണ് ഒരു എൻക്യാപ്സുലേഷൻ എന്നുള്ളത് നമുക്കറിയാം. ആ പേരിനകത്തുണ്ട് ക്യാപ്സൂൾ, എൻക്യാപ്സുലേഷൻ. വാട്ട് ഈസ് എ ക്യാപ്സൂൾ? ഒരു ക്യാപ്സൂൾ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ കഴിക്കുന്ന ക്യാപ്സൂൾ എന്ന് പറയുന്നത് അല്ലേ. അതിനകത്ത് കുറേ കണ്ടന്റുകൾ അടങ്ങിയിട്ടുണ്ടായിരിക്കും അല്ലേ. ഒരു ജലദോഷം, ഒരു പനി എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ ക്യാപ്സൂൾ കുടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും സുഖമാവും. അപ്പോൾ അതെന്ന് പറയുന്നത് അതിനകത്ത് ഒന്നിൽ കൂടുതൽ ആക്ഷൻസ് ആയിരിക്കും ആ ഒരു ക്യാപ്സൂളിനകത്ത് കണ്ടെയ്ൻ ചെയ്തേക്കുന്നത്. ചെറിയൊരു സംഭവമായിരിക്കും. അതുപോലെ തന്നെ എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്നത് കുറേ ഫീച്ചേഴ്സിനെല്ലാം കൂടെ അടക്കിയിട്ട് ഒരൊറ്റ യൂണിറ്റാക്കി കൺവേർട്ട് ചെയ്യുക. അതായത് കുറേ സംഭവങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കുന്ന ഒരു കൺസെപ്റ്റാണ് ഒരു എൻക്യാപ്സുലേഷൻസ് എന്ന് പറയുന്നത്. ഹൈഡ് ചെയ്ത് വെക്കുക, ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ജനങ്ങളെ അല്ലെങ്കിൽ ബാക്കിയുള്ളവരൊന്നും കാണിക്കേണ്ട, എല്ലാം എന്ത് ചെയ്തും ഹൈഡ് ചെയ്ത് വെക്കും. ആ ഒരു ഹൈഡിങ് അല്ലെങ്കിൽ അതെല്ലാം കൂടെ ഒരു സിംഗിൾ യൂണിറ്റിലേക്ക് മാറ്റുന്ന ആ ഒരു സിംഗിൾ യൂണിറ്റിനെയാണ് നമ്മളെന്ന് പറയുന്നത് ക്ലാസ് എന്ന് പറയുന്നത്. എനിവേ ലെറ്റ്സ് ഡിസ്കസ് വാട്ട് ആർ ദ കൺസെപ്റ്റ് ഓഫ് എൻക്യാപ്സുലേഷൻ. ഫസ്റ്റ് പോയിന്റ്, എൻക്യാപ്സുലേഷൻ ഈസ് ദ ഫസ്റ്റ് പില്ലർ ഓർ പ്രിൻസിപ്പിൾ ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ പ്രിൻസിപ്പിൾ, ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. അതെന്താ പറയുന്നത്? ഇൻ സിമ്പിൾ വേർഡ്സ്, എൻക്യാപ്സുലേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ബൈൻഡിങ് ഡാറ്റ മെമ്പേഴ്സ്, വേരിയബിൾസ്, properties and member functions
മെത്തേഡ്സ് ഇൻ ടു എ സിംഗിൾ യൂണിറ്റ്. എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജാവക്കകത്ത് ഇനി ഫങ്ഷൻസ് എന്ന് പറയൂല കേട്ടോ. ഇനി എല്ലാം നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ മെത്തേഡ്സ് എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. കാരണം ജാവക്കകത്ത് സിക്കകത്തും CPP-കകത്തുമാണ് നമ്മൾ ഫങ്ഷൻസ് എന്ന് പറയാറ്. ഫങ്ഷൻസ് നിങ്ങൾക്ക് അറിയാം. ആ ഫംഗ്ഷന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ വി ആർ യൂസിങ് മെത്തേഡ്സ് ഇൻ ജാവക്കകത്ത് നമ്മൾ മെത്തേഡ്സ് എന്ന് മാത്രമേ പറയൂ. അവിടെ നമ്മൾ ഫങ്ഷൻസ് എന്ന് പറയൂല. അപ്പോൾ അത് ആ പിന്നെ സ്ലൈഡിലേക്ക് നോക്കുക. സെക്കൻഡ് പോയിന്റ്, ഇൻ സിമ്പിൾ വേർഡ്സ് എൻക്യാപ്സുലേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ബൈൻഡിങ് ഡാറ്റാ മെമ്പേഴ്സ്. ഡാറ്റാ മെമ്പേഴ്സിനെ ബൈൻഡ് ചെയ്യുന്നത്, ഡാറ്റാ മെമ്പേഴ്സിന് മാത്രമല്ല, ഡാറ്റാ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ വേരിയബിൾസ് ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ്. നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾസ്, ഇൻഡ് എ, ഇൻഡ് ബി, ഫ്ലോട്ട് എ, ഫ്ലോട്ട് ബി എന്നൊക്കെ പറയുന്ന നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾസ് ഉണ്ടല്ലോ, അതിനെയാണ് വി ആർ കോളിംഗ് ആസ് എ ഡാറ്റാ മെമ്പേഴ്സ്. നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, ഓൾറെഡി സി പഠിച്ചതുകൊണ്ട് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. അതാണ് നമ്മൾ ഡാറ്റാ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് മെമ്പർ ഫങ്ഷൻസ് നമ്മളിവിടെ മെത്തേഡ്സ് എന്ന് പറയാം. നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻസിനെയാണ് അത് ഉദ്ദേശിക്കുന്നത്. ആ ഫംഗ്ഷൻസിന് നമ്മളിവിടെ മെത്തേഡ്സ് എന്ന് പറയാം. അപ്പോൾ എൻക്യാപ്സുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ബൈൻഡിങ് ഡാറ്റാ മെമ്പേഴ്സ് ആൻഡ് മെമ്പർ ഫംഗ്ഷൻസ് ഇൻ ടു എ സിംഗിൾ യൂണിറ്റ്. ഈ ഡാറ്റാ മെമ്പേഴ്സിനും നമ്മൾ ഡിക്ലെയർ ചെയ്ത വേരിയബിൾസിനെയും നമ്മൾ ഡിക്ലെയർ ചെയ്ത ഫംഗ്ഷൻസിനെയും എല്ലാത്തിനും കൂടെ ബൈൻഡ് ചെയ്തിട്ട് ഒരൊറ്റ യൂണിറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് യൂണിറ്റ് ഈസ് കോൾഡ് എ ക്ലാസ്. നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത ക്ലാസ് ആണ് ആ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. Therefore, encapsulation is the process of binding data members and member functions into a single unit. അപ്പം ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള നമുക്കുള്ളൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, നമ്മൾ പിന്നെ കുറേ കാര്യങ്ങൾ ഈ ഒരു ഉപയോഗിക്കുന്ന ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്ന പ്രോഗ്രാം അല്ലെങ്കിൽ യൂസറിനകത്ത് നിന്ന് നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കും. ഹൈഡ് ചെയ്ത് വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും അയാൾക്ക് ഓപ്പൺ ആയിട്ട് കൊടുക്കില്ല. നമ്മൾ എന്ത് ചെയ്യും, ഹൈഡ് ചെയ്തിട്ട് നമ്മൾ വെക്കും. അങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും മോർ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അതാണ് ഒരു എൻക്യാപ്സുലേഷൻ്റെ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്, ഹൈഡ് ചെയ്ത് വെക്കുക. ആവശ്യമില്ലാത്തത് മുഴുവൻ കാണാം, എന്താണോ ഡിസ്പ്ലേ ചെയ്യേണ്ടത് അത് മാത്രം ഡിസ്പ്ലേ ചെയ്യുക, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എന്ത് ചെയ്യുക, ഹൈഡ് ചെയ്ത് വെക്കുക. അതാണ് ഒരു എൻക്യാപ്സുലേഷൻ. വി ആർ മേക്കിംഗ് ദാറ്റ് ഇൻ ടു എ ക്യാപ്സൂൾ ഫോർമാറ്റ്. ഒരു ക്യാപ്സൂൾ ഫോർമാറ്റിലോട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ കൺവേർട്ട് ചെയ്യും. അപ്പോൾ അതാണ് പറഞ്ഞേക്കുന്നത്. ഇറ്റ്സ് എ സിമ്പിൾ വേർഡ്. എൻക്യാപ്സുലേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ബൈൻഡിങ് ഡാറ്റാ മെമ്പേഴ്സ് ആൻഡ് മെമ്പർ ഫംഗ്ഷൻസ് ഇൻ ടു എ സിംഗിൾ യൂണിറ്റ്. ആൻഡ് ക്ലാസ് ഈസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ എൻക്യാപ്സുലേഷൻ. ക്ലാസ് എന്ന് പറയുന്നതാണ് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത്, എൻക്യാപ്സുലേഷന് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ. ആ ക്ലാസ്സിനകത്ത് നമ്മളെല്ലാം ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. നമുക്ക് വേണ്ട ഡാറ്റാ മെമ്പേഴ്സിനെയും മെമ്പർ ഫംഗ്ഷൻസിനെയും എല്ലാം ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ദാറ്റ് ഈസ് കോൾഡ് എൻക്യാപ്സുലേഷൻ. നെക്സ്റ്റ് സ്ലൈഡ് നോക്കുക. നമ്മളിത് ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. എൻക്യാപ്സുലേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞത് തന്നെയാണ് ഇതിൻ്റെ കൺസെപ്റ്റുകൾ മുഴുവൻ എന്ന് പറയുന്നത്. അത് വീണ്ടും അതിനകത്ത് ജസ്റ്റ് ഒന്നും കൂടെ ഞാൻ പോയിന്റ് ചെയ്ത് കൊടുത്തു എന്നുള്ളൂ. ത്രൂ എൻക്യാപ്സുലേഷൻ ഡാറ്റ ഈസ് നോട്ട് ആക്സസിബിൾ ടു ദ ഔട്ട്സൈഡ് വേൾഡ് ആൻഡ് ഓൺലി ദോസ് ഫങ്ഷൻസ് വിച്ച് ആർ റാപ്ഡ് ഇൻ ദ ക്ലാസ് ക്യാൻ ആക്സസ് ഇറ്റ്. എന്താ പറഞ്ഞത്, ത്രൂ എൻക്യാപ്സുലേഷനിലൂടെ എന്താണ്, ഡാറ്റ ഈസ് നോട്ട് ആക്സസിബിൾ ടു ദ ഔട്ട്സൈഡ് വേൾഡ്. അതായത് പുറത്തുള്ള പ്രോഗ്രാംസ്, ഔട്ട്സൈഡ് വേൾഡ് എന്ന് പറയുന്നത് പുറത്തുള്ള പ്രോഗ്രാംസ് അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്സൈഡിലുള്ള പ്രോഗ്രാംസിന് ദാറ്റ് കനോട്ട് ബി ആക്സസ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഓൺലി ദോസ് ഫങ്ഷൻസ് വിച്ച് ആർ റാപ്ഡ് ഇൻ ദ ക്ലാസ് ക്യാൻ ആക്സസ് ഇറ്റ്. ആ ക്ലാസ്സിനകത്ത് നമ്മൾ റാപ്പ് ചെയ്ത പ്രോഗ്രാംസ് അല്ലെങ്കിൽ ആ ക്ലാസ്സിനകത്ത് നമ്മൾ ഡിഫൈൻ ചെയ്ത പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഫങ്ഷൻസിന് മാത്രമേ അതിനെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എൻക്യാപ്സുലേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്തുള്ള ആ ക്ലാസ്സിനകത്തുള്ള ഡാറ്റ എല്ലാവർക്കും, ഔട്ട്സൈഡിനകത്തുള്ള പ്രോഗ്രാംസിനൊന്നും ആ ഡാറ്റ ആക്സസിബിൾ അല്ല, ആർക്കും മാത്രമേ ആക്സസിബിൾ ആയിട്ടുള്ളൂ ആ ക്ലാസ്സിനകത്ത് തന്നെ ഡിഫൈൻ ചെയ്ത മെത്തേഡ്സിനോ അല്ലെങ്കിൽ ഫങ്ഷൻസിനോ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ആ കൺസെപ്റ്റ് പറഞ്ഞേക്കുന്നത്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് എൻക്യാപ്സുലേഷൻ സോൾവ്സ് ദ പ്രോബ്ലം അറ്റ് ദ ഇംപ്ലിമെൻറ്റേഷൻ ലെവൽ. ഈ എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്നത് സോൾവ് ചെയ്യുന്നു, ഇംപ്ലിമെൻറ്റേഷൻ ലെവലുള്ള എല്ലാ പ്രോബ്ലംസും ആര് സോൾവ് ചെയ്യും, എൻക്യാപ്സുലേഷൻ സോൾവ് ചെയ്യുന്നു. The next one is a class can specify how accessible each of its members means variables, properties and methods to code outside of the class. അതെന്താ പറഞ്ഞത്, ആ പോയിന്റ് എന്താ പറഞ്ഞത്, ഒരു ക്ലാസ് ക്യാൻ സ്പെസിഫൈ ഹൗ ആക്സസിബിൾ ഈച്ച് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. ഒരു ക്ലാസ്സിന് സ്പെസിഫൈ ചെയ്യാം, നമുക്കൊരു ക്ലാസ്സിന് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഹൗ ഇറ്റ്സ് മെമ്പേഴ്സ് ആർ ആക്സസിബിൾ. അതിൻ്റെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഡാറ്റ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഒന്നുകിൽ വേരിയബിൾസ് ആകാം, പ്രോപ്പർട്ടീസ് ആകാം, മെത്തേഡ്സ് ആകാം. അതെങ്ങനെയാണ് മറ്റ് ഔട്ട്സൈഡ് ഒരു ക്ലാസ്സിന് എങ്ങനെ ആക്സസ് ചെയ്യാം എന്നുള്ളത് ആര് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും, ആ ക്ലാസ് അവിടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പം ഇത്രയാണ് നമ്മുടെ എൻക്യാപ്സുലേഷൻസിൻ്റെ എന്ന് പറയുന്നത്. എൻക്യാപ്സുലേഷൻ്റെ കുറച്ച് പോയിന്റ്സുകൾ മാത്രം ജസ്റ്റ് അവിടെ നമ്മൾ പറഞ്ഞു ഓൾറെഡി ഡിസ്കസ് ചെയ്ത് തന്നെ അതിൻ്റെ ഒരു നോട്ട് അവിടെ കൊടുത്തു എന്നുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ് നോക്കാം. വി ക്യാൻ ഡിഫൈൻ. ഇവിടെ നമ്മൾ ഡെഫിനിഷനായിട്ട് നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്നു. സോ ടോട്ടലി നമ്മൾ അതിനെ ഒരു ബ്രീഫ് കൺക്ലൂഷൻ ആയിട്ട് പറയുന്നു. സോ എൻക്യാപ്സുലേഷൻ മീൻസ്
hiding the important features of a class which is not been needed to be exposed outside of a class and exposing only necessary things of a class. എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. സോ എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്നത് ഹൈഡിങ് ദ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് എ ക്ലാസ്. ഒരു ക്ലാസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ത് ചെയ്തതിന് ഹൈഡ് ചെയ്ത് വെക്കുകയാണ്. വിച്ച് ഈസ് നോട്ട് ബീൻ നീഡഡ് ടു എക്സ്പോസ് ഔട്ട്സൈഡ് ഓഫ് എ ക്ലാസ്. ആ ക്ലാസിൻ്റെ പുറത്തേക്ക് അതിൻ്റെ ഫീച്ചേഴ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് കാണിക്കാണ്ട് അതിനെ നമ്മൾ എന്ത് ചെയ്തു? ഹൈഡ് ചെയ്ത് വെച്ചു. ആൻഡ് എക്സ്പോസിങ് ഓൺലി നെസസറി തിങ്സ് ഓഫ് എ ക്ലാസ്. എന്നിട്ട് എന്ത് മാത്രം കാണിച്ചു കൊടുക്കുന്നുള്ളൂ? എന്താണോ അത്യാവശ്യമായിട്ടുള്ളത് അത് മാത്രം ഈ ഔട്ട്സൈഡ് ഓഫ് എ ക്ലാസ്, ക്ലാസ്സിന് പുറത്തേക്കോ അല്ലെങ്കിൽ ബാക്കി ആർക്കും കാണുന്നുണ്ടെങ്കിൽ അത് മാത്രം അത്യാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും നെസസിറ്റി ഉള്ള അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാണണമെന്ന് മാത്രമുള്ളത് മാത്രം എന്ത് ചെയ്യും? എക്സ്പോസ് ചെയ്ത് കൊടുക്കും. ബാക്കി എല്ലാ കാര്യങ്ങളും എന്തായിരിക്കും? ഹൈഡ് ചെയ്ത് വെക്കും. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് എൻക്യാപ്സുലേഷൻ. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്നത്. So encapsulation means hiding the important features of a class which is not being needed to be exposed outside of a class and exposing only necessary things of a class. ഓക്കെ, ഒരു ക്ലാസ്സിൻ്റെ ഏറ്റവും അത്യാവശ്യമുള്ളത് മാത്രം കാണിച്ചു കൊടുത്തിട്ട് ബാക്കി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മുഴുവനും ഹൈഡ് ചെയ്ത് വെക്കുന്ന ആ ഒരു പ്രോസസ്സാണ് എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്നത്. ഹിയർ ഹിഡൻ പാർട്ട് ഓഫ് എ ക്ലാസ് ആക്ട് ലൈക്ക് എൻക്യാപ്സുലേഷൻ ആൻഡ് എക്സ്പോസ്ഡ് പാർട്ട് ഓഫ് എ ക്ലാസ് ആക്ട് ലൈക്ക് എ അബ്സ്ട്രാക്ഷൻ. ഇവിടെ നമ്മൾ ഒളിപ്പിച്ചു വെച്ച ഹൈഡ് ചെയ്ത് വെച്ചതിനെ നമ്മൾ എന്ത് പറയും? എൻക്യാപ്സുലേഷൻ എന്ന് പറയും. ഹൈഡ് ചെയ്യാണ്ട് എക്സ്പോസ് ചെയ്ത് പുറത്തേക്ക് കാണിച്ചു കൊടുക്കുന്നതിന് നമ്മൾ എന്ത് പറയും? ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയും. ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് ഊപ്പ് കൺസെപ്റ്റ്. അതാണ് ഊപ്പ് കൺസെപ്റ്റിൻ്റെ നെക്സ്റ്റ് എന്ന് പറയുന്നത്. ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, നൗ ലെറ്റ്സ് ഡിസ്കസ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ, ദ നെക്സ്റ്റ് ഊപ്പ് കൺസെപ്റ്റ്, ഡാറ്റ അബ്സ്ട്രാക്ഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഹൈഡ് ചെയ്ത് വെച്ചേക്കുന്ന ഡീറ്റെയിൽസിനെ നമ്മൾ ഡാറ്റ എൻക്യാപ്സുലേഷൻ എന്ന് പറയും. നമുക്ക് എന്താണോ ബാക്കിയുള്ള പുറത്തുള്ള ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കുന്നത്, പ്രോഗ്രാംസിന് കാണിച്ചു കൊടുക്കുന്നത്, അതിനെ ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയും. എക്സ്പോസ് ചെയ്യുന്നതിനെ ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയും. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ആ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ക്ലിയർ ആയിരിക്കും. എന്തായാലും ഒന്നുകൂടെ ഡാറ്റ അബ്സ്ട്രാക്ഷൻ്റെ ഡെഫിനേഷൻ നോക്കുക. അബ്സ്ട്രാക്ഷൻ റെഫേഴ്സ് റെപ്രസെൻറ്റേഷൻ ഓഫ് നെസസറി ഫീച്ചേഴ്സ് വിത്തൗട്ട് ഇൻക്ലൂഡിംഗ് മോർ ഡീറ്റെയിൽസ് ഓർ എക്സ്പ്ലനേഷൻസ്. ദാറ്റ് റെഫേഴ്സ് റെപ്രസെൻറ്റേഷൻ ഓഫ് നെസസറി ഫീച്ചേഴ്സ്, നെസസറി ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഫീച്ചേഴ്സ് മാത്രം എന്ത് ചെയ്യുക? റെപ്രസെൻറ്റ് ചെയ്ത് കൊടുക്കുക. വിത്തൗട്ട് ഇൻക്ലൂഡിംഗ് മോർ ഡീറ്റെയിൽസ് ഓർ എക്സ്പ്ലനേഷൻസ്. എന്താണ് വിത്തൗട്ട് ഇൻക്ലൂഡിംഗ് മോർ ഡീറ്റെയിൽസ്? കൂടുതൽ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസും എക്സ്പ്ലനേഷനും ഒന്നും കാണിച്ചു കൊടുക്കാണ്ട് എന്താണോ അത്യാവശ്യമുള്ളത് അത് മാത്രം കാണിച്ചു കൊടുക്കുന്ന ഒരു ഫീച്ചർ. അപ്പോൾ എന്തായാലും ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസുകളൊന്നും കൊടുക്കുന്നില്ല, എന്താണോ കാണേണ്ടത് അത് മാത്രം കാണിച്ചു കൊടുക്കുക. ആ കാണിച്ചു കൊടുക്കുന്നതിന് നമ്മൾ പറയുന്നത് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. അബ്സ്ട്രാക്ഷൻ റെഫേഴ്സ് റെപ്രസെൻറ്റേഷൻ ഓഫ് നെസസറി ഫീച്ചേഴ്സ് വിത്തൗട്ട് ഇൻക്ലൂഡിംഗ് മോർ ഡീറ്റെയിൽസ് ഓർ എക്സ്പ്ലനേഷൻസ്. ആൻഡ് ദ സെക്കൻഡ് പോയിന്റ്, ഡാറ്റ അബ്സ്ട്രാക്ഷൻ ഈസ് പ്രോഗ്രാമിംഗ് ആൻഡ് design technique that relies on the separation of interface and implementations. A point ശ്രദ്ധിക്കുക. A data abstraction is a programming and design technique that relies on the separation of interface and implementations. Interface എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമുക്ക് വരുന്നുണ്ട്, ഒരു മൊഡ്യൂളായിട്ട് തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ടെക്നിക്കും പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്ന ഡാറ്റ അബ്സ്ട്രാക്ഷൻ പ്രോഗ്രാമിംഗ് ടെക്നിക്ക് ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് ഇപ്പോൾ ഇൻ്റർഫേസും ഇംപ്ലിമെൻറ്റേഷനും നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവില്ല. എനിവേ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു കോഡ് ടെക്നിക്ക് നമ്മൾ ഡാറ്റ അബ്സ്ട്രാക്ഷനിലാണ് നമ്മൾ കൂടുതലായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് ആ പറഞ്ഞേക്കുന്നത്. ഡാറ്റ അബ്സ്ട്രാക്ഷൻ ഈസ് എ പ്രോഗ്രാമിംഗ് ആൻഡ് ഡിസൈൻ ടെക്നിക്ക് ദാറ്റ് റിലൈസ് ഓൺ ദ സെപ്പറേഷൻ ഓഫ് ഇൻ്റർഫേസ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും 4 പോയിന്റ്സ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ ഊപ്പ് കൺസെപ്റ്റിനകത്ത്. അതിൻ്റെ നോട്ട് എഴുതി വെക്കുക, അതിൻ്റെ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. കുറച്ച് പറയാൻ കാരണം അത് ആ കൺസെപ്റ്റുകൾ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനാണ്. റിമൈനിങ് 4 കൺസെപ്റ്റ് നമുക്ക് നെക്സ്റ്റ് വീഡിയോക്കകത്ത് ഡിസ്കസ് ചെയ്യാം. എനിവേ അത്രയും മനസ്സിലാക്കി വെക്കുക. വാട്ട് ഈസ് ആൻ ഒബ്ജക്റ്റ്, വാട്ട് ഈസ് എ ക്ലാസ്, വാട്ട് ഈസ് എൻക്യാപ്സുലേഷൻ ആൻഡ് വാട്ട് ഈസ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ. ഈ 4ഉം എന്തെന്ന് കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. അതിൻ്റെ നോട്ട് എഴുതി കയ്യിൽ കീപ്പ് ചെയ്യുക. ഓക്കെ.